സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ പ്രൊഡക്ഷനും കൂടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അത് സിനിമ ഉണ്ടായി വരുന്നതനുസരിച്ച് അവർക്ക് മനസ്സിലാവില്ല ഓക്കെ നല്ല പ്രൊഡ്യൂസ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ സംഭവിക്കട്ടെ. എനിക്ക് അതിനുള്ള പൈസ പടച്ചും തരട്ടെ. അപ്പൊ ഈ പുള്ളി ഇടക്ക് വരും, പടം കാണും, അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്ക് അറിഞ്ഞുകൂടെ ചേച്ചി, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ഇവിടെ ഫേസ് ചെയ്തിട്ടില്ല. അതായത് ഇവിടെ കുറച്ച് ഈ പറഞ്ഞ വെടക്കാക്കി തനിക്കാക്കാന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ട് ഇവിടെ. ഉമ്മച്ചീനെ സ്നേഹിച്ചാലാണ് ഉമ്മച്ചി വീക്കാവുന്നത്. പക്ഷെ ഉമ്മച്ചീൻ്റെ അടുത്ത് എഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മച്ചി ഭയങ്കര സ്ട്രോങ് ആണ്. ചെറിയ സ്ട്രെങ്ത് ഒന്നും അല്ല അത്. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു സ്ട്രെങ്ത് എവിടെയും കണ്ടിട്ടില്ല. ഷെയ്ൻ എന്ത് തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്? വാട്ട് ആർ ദ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് യു ഹാവ് ടു ഡീൽ വിത്ത്? ആൻഡ് ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെടുക, ഹൗ ഈസി ഓർ ഡിഫിക്കൾട്ട് ഇസ് ഇറ്റ് ഫോർ യു? കാരണം നമ്മുടെ കരിയർ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ഡിസിഷനിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ഡിസിഷൻ ഇസ് വെരി ക്രൂഷ്യൽ. അത് എങ്ങനെയാണ് എത്തിപ്പെടുക? അതുകൊണ്ട് ഞാൻ എടുക്കില്ല. അല്ല, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത്. കാരണം ഇപ്പം നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇപ്പം എനിക്ക് ഇപ്പം നെക്സ്റ്റ് ഞാനൊരു 4 കഥ കേട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് ഇഷ്ടമുള്ള കഥകളായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേത് ആദ്യം വരണം എന്ന് നമുക്കൊരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അതിന് ഒരുപാട് അതർ പ്രാക്ടിക്കൽ ഘടകങ്ങളുണ്ട്. കോ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ്, പ്രൊഡക്ഷൻ്റെ ഈ പറഞ്ഞ ഫണ്ട് വരുന്ന ടൈം, അല്ലെങ്കിൽ അവർക്ക് റിലീസ് ചിലപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നൊരു ടൈം, അല്ലെങ്കിൽ അവരുടെ അങ്ങനെ പല പല ലോജിക്കൽ പല പല കാര്യങ്ങൾ. അപ്പം ഇത് ഏതാദ്യം വരുന്നു അത് ഞാൻ ചെയ്യുന്നു. അപ്പം അത് ചെയ്ത് തരേണ്ട ഉത്തരവാദിത്തം ഞാൻ കൊടുത്തിരിക്കുന്ന ഡിവൈനിന് കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാനൊന്നും ഇല്ല. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു വേണ്ടി തീരുമാനിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമുക്കിത് മുഴുവനായിട്ടും അതിൻ്റെ എല്ലാ വശങ്ങളും കണ്ടു ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഇതിനെപ്പറ്റി എല്ലാത്തിനെ പറ്റി അറിയാവുന്ന നമ്മൾ പേരിട്ട് വിളിക്കണമെങ്കിൽ ഓക്കെ, ഞാൻ പടച്ചോന്ന് വിളിക്കുന്ന എൻ്റെ അള്ളാഹ് എനിക്ക് തീരുമാനിച്ച് തരട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ചേച്ചി. കാര്യം ഇത് വലിയ കുറേ ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. ഒരു ദിവസം ഒരു സെറ്റിൽ 100 എത്രയോ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണത്. അതിന് ഞാനിവിടെ ഇരുന്നിട്ട് ഓക്കെ ഇത് ചെയ്തിട്ട് ഈ പടം ഇപ്പം ഇറക്കാം എന്നൊക്കെ പറഞ്ഞു ഒന്നും നടക്കൂല. അത് നടക്കേണ്ടതേ നടക്കുള്ളൂ. ആ ഒരു വലിയ പ്രോസസ്സാണ്. നമ്മളെ കൊണ്ടൊന്നും അത്രയൊന്നും ചിന്തിച്ചെത്താൻ പറ്റില്ല. ഷെയ്ൻ, നമ്മളൊക്കെ ഇമോഷണൽ ആണെങ്കിൽ നമുക്ക് വളരെയധികം നമ്മൾ ഇമോഷണൽ ബീയിങ്സ് ആവുന്നത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണ്. ആസ് ആൻ ആർട്ടിസ്റ്റ് ഷെയ്ൻ അതൊരു വലിയൊരു സ്ട്രെങ്ത് ആണ്. That you're very emotional, you're very sensitive, you're very reactive also when it comes to emotion. പക്ഷേ ഇതിൻ്റെ മറുവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷണൽ അത് ഒരു വശത്ത് ക്യാപിറ്റലൈസ് ആകുമ്പോൾ മറുവശത്ത് ഇതേ ഇമോഷൻ നമുക്ക് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുന്നത് ഒരു ഇമോഷണൽ ലെൻസിലൂടെയാണ്. നമ്മൾ പ്രതികരിക്കുന്ന ഇമോഷണൽ ആയിട്ടായിരിക്കും. ഇതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തുക, അത് എത്തിയിട്ടുണ്ടോ, അവിടെ വരെ എത്തിയിട്ടുണ്ടോ, അതോ ഷെയ്ൻ ഈസ് സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദാറ്റ് ബാലൻസ്? വലിയ സ്ട്രഗിൾ ഇല്ല, കുറച്ച് ബാലൻസ്ഡ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. വലിയ സ്ട്രഗിളൊന്നും ഇല്ല. ഇപ്പൊ പഴയ പോലെ നമുക്ക് അതാണ് ഈ ഡിസ്കണക്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം, പ്രാർത്ഥന, ഡിറ്റാച്ച്മെന്റ്, അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയുകയൊക്കെ ചെയ്യും, അത് നിങ്ങളന്ന് അത് അങ്ങനെ തന്നെ ഈ സീൻ ചെയ്യാന്ന് പറഞ്ഞില്ല, എന്നിട്ടാണ് നിങ്ങളത് ചെയ്യാത്ത, അത് വേണ്ട, ഈ സിനിമയ്ക്ക് അത് ആവശ്യമല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കും. കാര്യം നമ്മളെ അദ്യം ഈ ഒരു പടം ഒരു തവണയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഈ കാലങ്ങളോളം കിടക്കുന്നു. ഇനിയിപ്പം എൻ്റെ കൊച്ചുങ്ങൾ വന്നാലും ടി വിയിലൊക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ ചെയ്ത പടം എന്ന് അഭിമാനത്തോടെ പറയണ്ടേ. അല്ലാണ്ട് എൻ്റെ അച്ഛൻ ചെയ്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, അതല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ മറുവശത്ത് ബിസിനസ് ആയിട്ട് കാണുന്ന ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെടുക? ബിക്കോസ് ദാറ്റ്സ് സോ ഡിഫിക്കൾട്ട്. ഒരു വ്യക്തി പാഷൻ എന്ന നിലയ്ക്ക് ഒരു സാധനം കാണുകയും, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. നമ്മളൊരു വശത്ത് പാഷനാണ്, എന്നാൽ ഒരു വശത്ത് അത് മോണിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. ഇതിന്റെ ഒരു ക്ലാഷ് ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാടാണ് ചെയ്തത്. അങ്ങനെ മനസ്സിലാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഇനി ഇൻഡസ്ട്രിയിൽ വരട്ടെ എന്നുള്ള നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷെ ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടു. ഞാനൊരു തമിഴ് ഫിലിം ചെയ്ത് കഴിഞ്ഞു. എനിക്ക് 2 ദിവസം കൂടി ഷൂട്ടുണ്ട്, ഒരു സോങ്ങിൻ്റെ ഷൂട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പാഷനേറ്റ് ആണ് ചേച്ചി അവിടെ. പ്രൊഡ്യൂസർ പോലും എന്ന് വെച്ചാൽ അവർക്ക് പറഞ്ഞ ബഡ്ജറ്റിലൊന്നും തീരുന്നൊന്നുമില്ല, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ വേരിയേഷനിലൊക്കെ വരും. കാരണം സിനിമയല്ലേ, പ്രാക്ടിക്കലി സംഭവിക്കും. പക്ഷെ അവർ ആ സിനിമയ്ക്ക് വേണ്ടി മിക്കപ്പോഴും വന്ന് അയാൾക്ക് വേറെ എന്തോ DMK പാർട്ടിയുടെ കുറച്ച് എന്തോ ഒരു നല്ല തസ്തിക നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പുള്ളി ഇടക്ക് വരും, പടം കാണും, അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്ക് അറിഞ്ഞുകൂടെ ചേച്ചി, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ഇവിടെ ഫേസ് ചെയ്തിട്ടില്ല. അതായത് ഇവിടെ കുറച്ച് ഈ പറഞ്ഞ
വെടക്കാക്കി തനിക്കാക്കാന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ ഒരു നല്ലതായിരുന്നെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര, സത്യം പറഞ്ഞാൽ നമുക്കൊരു കംഫർട്ടിങ് ആണ്. വേറെ ഒന്നുമായിട്ടല്ല, നമുക്ക് ഒരുപാട് ചെയ്ത കറക്റ്റ് ആയിരിക്കുമോ എന്നുള്ളൊരു തിങ്കിങ് ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. കാര്യം നമ്മൾ ആ ഒരു ഫ്ലോയിൽ എന്തോ ചെയ്തിട്ട് പോയതല്ലേ, നമ്മൾക്ക് പോലും അറിയില്ല എന്താണൊക്കെ ശരിയാണ്. അപ്പോൾ അവർ അപ്രിസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യം. അതേപോലെ അവിടെ ഞാൻ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ നിന്ന് വ്യത്യാസമുണ്ട്. അവർ കുറേയും കൂടെ എല്ലാവരും ക്രിയേറ്റീവ്ലി ഇൻവോൾവ് ആണ്. വന്ന് ഇപ്പോൾ അവിടെ ഒരു ബൗൺസ് പിടിക്കുന്ന ആൾ പോലും ആ പ്രൊഡ്യൂസറിൻ്റെ പൈസ പോകുന്നുണ്ട്, പെട്ടെന്ന് നമുക്കിത് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ടതുണ്ട്. പിന്നെ എല്ലാവരോടും ഈക്വൽ റെസ്പെക്റ്റ് ആണ്. ചായ കൊണ്ടുവന്ന ചേട്ടനെ അണ്ണേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ അണ്ണയിൽ ഒരുപാട് സ്നേഹമുണ്ട്. അത് എനിക്ക് ഇവിടെ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ പരിപാടികളൊക്കെ. അവിടെ ചേരികൾ തിരിഞ്ഞിട്ട് ഇതൊന്നുമില്ല. സ്ക്രിപ്റ്റ് റൈറ്റർ വേറെ ഒരു ഇതിൽ നിന്നിട്ട് ക്യാമറമാൻ വേറെ ഒരു ഇതിൽ നിന്നിട്ട് തമ്മിലുള്ള ഈഗോ ക്ലാഷ് അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവർ ഒന്നിലാണ് നിൽക്കുന്നത്. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. കാരണം അത് എവിടെയോ അങ്ങനെയുള്ളപ്പോൾ ഈ എനർജീസ് എല്ലാം വന്ന് കൾമിനേറ്റ് ചെയ്യുന്ന ആ ഒരു മോമെന്റിലാണ് where you are in front of the camera. കാരണം ഈ ഉള്ള ആൾക്കാരുടെ എല്ലാം ആ പോസിറ്റീവ് യൂണിഫൈഡ് എനർജി അല്ലേ വരുന്നത്. അത് ആർട്ടിസ്റ്റിന് ഒത്തിരി ഗുണകരമായിരിക്കും. അല്ല, നല്ല സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ പ്രൊഡക്ഷനും കൂടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അത് സിനിമ ഉണ്ടായി വരുന്നതനുസരിച്ച് അവർക്ക് മനസ്സിലാവില്ല, ഓക്കെ നല്ല പ്രൊഡ്യൂസ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ സംഭവിക്കട്ടെ. എനിക്ക് അതിനുള്ള പൈസ പടച്ചും തരട്ടെ. ശരി, എനിക്കൊരു അതിശയം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മലയാളം സിനിമയ്ക്ക് ഒരു ഗ്ലോബൽ ഓഡിയൻസ് തന്നെയുണ്ട്. അതിപ്പം നെറ്റ്ഫ്ലിക്സും ബാക്കിയുള്ള ആമസോൺ എല്ലാം കാരണം നമുക്കൊരു ഓഡിയൻസ് ഉണ്ട്. പക്ഷേ ഷെയ്ൻ എവിടെയോ യു ആർ ഹെസിറ്റേറ്റിംഗ് ടു എക്സ്പ്ലോർ അതർ ടെറിട്ടറീസ്. ഇപ്പോൾ ഹിന്ദി ആണെങ്കിലും സോ മെനി ലാംഗ്വേജസ് ദാറ്റ് യു ക്യാൻ വർക്ക് ഇൻ. എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. ബിക്കോസ് ഭൂതകാലം എനിക്കറിയാം ഭയങ്കരമായിട്ട് നോട്ടിസ്ഡ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആ ഒരു ബൗണ്ടറി കടക്കുന്നില്ല? ഇപ്പം ഞാൻ ചെയ്ത തമിഴ് ഫിലിം ആണെങ്കിൽ പോലും ഞാൻ ഒരു തമിഴ് ഫിലിം ചെയ്യണം എന്നോർത്ത് ചെയ്തതല്ല. അതിൻ്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ആ കഥ തമിഴിലാണ്, അതിപ്പോൾ ഇനി മലയാളത്തിൽ വന്നാലും ഞാനത് ചെയ്തേനെ. കാര്യം ആ കഥയും ആ ക്യാരക്ടറും ഒരു ചെറിയൊരു സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോകുന്ന ടൈപ്പ് അങ്ങനത്തെ, പക്ഷെ അതിനെ കൊണ്ടുപോകുന്ന രീതിയൊക്കെ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ വന്നാലായിരിക്കും, ആ ക്യാരക്ടർ വന്നാലായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പേടിയുണ്ടോ ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഈ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയോ? തമിഴിൽ ഈ ക്യാരക്ടർ എടുക്കാൻ വേണ്ടിയുള്ള കാരണം എന്താണെന്ന് അറിയട്ടെ. ടൈറ്റിൽ മദ്രാസ്കാരൻ എന്നാണ്. മദ്രാസ്കാരൻ. അപ്പോൾ ഈ മദ്രാസ്കാരനായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ മദ്രാസ്കാരൻ, ഈ ഒരാൾ ചെന്നൈയിൽ നിന്നും പുതുക്കോട്ടൈ, അയാളുടെ നാട്, അയാൾ ജനിച്ചു വളർന്ന നാടല്ല, അയാൾ ജനിച്ചത് വളർന്നതെല്ലാം ചെന്നൈയിലാണ്. പക്ഷെ അയാളുടെ അച്ഛൻ പുതുക്കോട്ടയിൽ നിന്നും ചെന്നൈയിലേക്ക് വന്ന് സ്ട്രഗിൾ ചെയ്ത് അവർ അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ട്, അപ്പോൾ അയാളുടെ അച്ഛൻ്റെ ആഗ്രഹമാണ് ഇവൻ കല്യാണം കഴിക്കുന്നത് പുതുക്കോട്ടയിൽ വെച്ചായിരിക്കണം. ഇങ്ങനെ ഈ പടം തുടങ്ങുന്നത് അതാണ്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഒരുക്കമാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഫോക്ക് സോങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. ഇയാൾ കല്യാണം കഴിക്കുന്ന കുറേ നാളായിട്ട് ഇയാൾ സ്നേഹിക്കുന്ന പെൺകുട്ടീനെയാണ്. അപ്പോൾ അവരോടുള്ള ഫോൺ കോൺവെർസേഷൻ അങ്ങനെയൊക്കെ വന്ന് തുടങ്ങി ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിൽ നിന്നും പതുക്കെ പടത്തിൻ്റെ മൂടൊന്ന് മാറുന്നു. ഇയാളുടെ കല്യാണ തലേന്ന് തന്നെ, ഈ സിനിമയുടെ കല്യാണ തലേന്ന് തൊട്ട് പിറ്റേ ദിവസം വരെയാണ് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ്. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫാണ് പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം. അപ്പോൾ ആ ഒരു നടന്നൊരു ഇൻസിഡൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആ ഇൻസിഡൻറ്റ് എന്താ, അത് ചെറിയൊരു കാര്യമാണ്, അത് എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് ചെറിയൊരു കാര്യം. പക്ഷെ അതിൽ നിന്നും പതുക്കെ കണക്റ്റായി പോകുന്ന ഒരു സംഭവമാണ്. കലയരസനാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആൻറ്റഗണിസ്റ്റ് പ്ലേ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പടമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഷെയ്ൻ, ഞാൻ പലപ്പോഴും ഇൻഫാക്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും കോൺട്രവേഴ്സീസ് ഉണ്ടായപ്പോഴും പ്രൊഡ്യൂസേഴ്സായിട്ട് ഞാൻ ഒരു വാരിയർ ആയിരുന്നു ഉമ്മ. കൂടെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് ഉമ്മ എപ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സ്ട്രെങ്ത് എന്നും ഉമ്മയിൽ ഉണ്ടായിരുന്നോ കുട്ടിക്കാലം മുതൽ? ഓർ ഈ സാഹചര്യങ്ങൾ കാരണം, അല്ലെങ്കിൽ പാപ്പച്ചിയുടെ മരണത്തിന് ശേഷം അങ്ങനെ ഒരു ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സ്ഥിതിയായിരുന്നു? ഉമ്മച്ചിയുടെ ജീനിൽ ഇതുണ്ട്. അതായത് ഉമ്മച്ചീനെ സ്നേഹിച്ചാലാണ് ഉമ്മച്ചി വീക്കാവുന്നത്. പക്ഷെ ഉമ്മച്ചീൻ്റെ അടുത്ത് എഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മച്ചി ഭയങ്കര സ്ട്രോങ് ആണ്. ചെറിയ സ്ട്രെങ്ത് ഒന്നും അല്ല അത്. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു സ്ട്രെങ്ത് എവിടെയും കണ്ടിട്ടില്ല. ഉമ്മച്ചിയെ കുറിച്ച് പറയൂ. കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു ഉമ്മച്ചി? ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മാറിയിരിക്കുന്നത്?
ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യരാണെന്ന് തോന്നുന്നു. ഡിഫറെൻ്റ് എൻറ്റിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ മാറി ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും ഉണ്ട്. അത് അങ്ങനെ മനഃപൂർവ്വം എനിക്ക് ഉമ്മച്ചിനോട് പറയണമല്ലോ, അങ്ങനെ ഒരു കടമ അങ്ങനെയൊന്നും അല്ല, അത് അങ്ങനെയാണ്. എനിക്ക് ഇപ്പം ഈ ജീവിച്ചിരിക്കുന്ന ലോകത്ത് എനിക്ക് ഞാൻ കാണുന്ന ദൈവം മദർ തന്നെയാണ്. എനിക്ക് വേറെ ഒന്നുമില്ല. അത്രയും അങ്ങനെ ആയിപ്പോയി. ലോകത്ത് വേറെ ആരും അത്രയും ഞാൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അത് ഉറപ്പാണ്. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ഷെയ്ൻ, വേർ യു ഫെൽറ്റ് ദാറ്റ് യുവർ മദർ ഇസ് സംതിങ്? നമ്മൾ ഒരു സാധാരണ സിറ്റുവേഷനിൽ ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്ന പോലെയല്ല എൻ്റെ അമ്മ ഇത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മ സ്പെഷ്യലാണ് എന്ന് തോന്നുന്ന നമുക്കൊരു അഡൾട്ട് എന്ന നിലയ്ക്ക് തോന്നുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? വാപ്പാച്ചിയുടെ മരണത്തെ സമയത്തായിരുന്നോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസവും തോന്നുന്നതുകൊണ്ട് അങ്ങനെയല്ല. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. എന്നാലും ഉമ്മച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പച്ചിയുടെ മരണം വരെ കുറച്ചൊന്ന് ഒതുങ്ങി വീട്ടിലെ കാര്യങ്ങളും എന്നൊക്കെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. പക്ഷേ അതല്ല, വാപ്പച്ചി മരിക്കുന്നത് 2014 ഒരു ബുട്ടീക്ക് തുടങ്ങി. ഞങ്ങൾ എളമക്കരയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ബുട്ടീക്ക് തുടങ്ങി. അത് സ്വന്തമായിട്ട് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതൊന്ന് ചാലുവായി. ഞാൻ പടത്തിലും അഭിനയിച്ചു തുടങ്ങി. പിന്നെയുള്ള ഒരു 2 കൊല്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും അത്ര ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. പുറത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഉള്ളിൽ ഭയങ്കര ഇൻസെക്യൂർഡായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്തെല്ലാം മുമ്പിലേക്ക് കയറി വരാൻ, അതായത് മദർ ഈ പറഞ്ഞ പോലെ വീണുപോയി, പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരു ദിവസം രാത്രി ഉറങ്ങിയതാണ്, രാവിലെ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ അറിഞ്ഞുകൂടെ നാളെ എഴുന്നേക്കുമെന്ന്. നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടും കൂടെ ശരിക്കും പറഞ്ഞാൽ അത് തന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്നാണ് മാറി. അത് പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ കുറേ നാളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നടന്ന ഒരു 6 മാസമൊക്കെ മുമ്പ് വീട്ടിലിരുന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് ഫുൾ പവറിലാണ്. പിന്നെ ഇതുവരെ ആ ഒരു ഹൗസിൽ ഇതുവരെ മദർ നിർത്തിയിട്ടില്ല. മദർ ഇപ്പോഴും കടയും എൻ്റെ കാര്യങ്ങളും എൻ്റെ ഫോൺ കോളും എല്ലാം ചെയ്യും. ഞങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കും. ചിലപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കേണ്ടെന്ന് ഒരുമിച്ചിരുന്ന് വായിക്കും. അങ്ങനെ പല കാര്യങ്ങളും എല്ലാ രീതിയിലും ഇൻവോൾവ് ആണ്. എപ്പോഴെങ്കിലും ചെയ്യുന്ന തോന്നിയിട്ടുണ്ടോ പുറത്തുനിന്ന് ഒരാളുടെ അഭിപ്രായം എടുക്കണം അല്ലെങ്കിൽ വേറൊരാളെ വെക്കണം ടു മാനേജ് എവറിത്തിങ് ഫോർ യു? ഇല്ല, എനിക്ക് മാനേജ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അതായത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജറിൻ്റെ ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണം ഒരു അലക്സ പോലത്തെ ഇച്ചിരി കൂടെ അപ്ഡേറ്റഡ് ആയിട്ടൊരു ഒരു ഉപകരണം കിട്ടിയാലും എനിക്ക് മതി. എനിക്ക് കറക്റ്റ് ഈ പറഞ്ഞ ചാർട്ട് തരണം. ഞാൻ അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളല്ല. എൻ്റെ മദറും അങ്ങനെ അത്ര ആ ഒരു ഓർഗനൈസേഷൻ സാധനം അത്ര ഇല്ല. പക്ഷെ എൻ്റെ തൊട്ട് താഴെയുള്ള സിസ്റ്റർ ഹാനയ്ക്ക് പിന്നെയും ഉണ്ട്. പുള്ളിക്കാരി ലോ ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് പിന്നെയും ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ന സമയത്ത് ഇത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ അവസ്ഥ അവിടെ ഓടി ഇവിടെ എത്തുമെങ്കിൽ ഇവിടെ ചെയ്യാം. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ചെയ്തു തരുന്ന ഒരു ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ആവശ്യമുള്ളൂ. എനിക്ക് മാനേജറിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് എന്തിനാ എനിക്ക് മാനേജറിൻ്റെ ആവശ്യം? ഉമ്മച്ചിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണല്ലോ അലീനയും മഹാനയുടെയും കാര്യം പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഒരു മൂത്ത മകൻ അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ചുമതലകളെല്ലാം മകൻ്റെ മണ്ടയ്ക്ക് വരും എന്ന് പറയുന്നത് അത് സത്യമായിരുന്നോ ഷെയ്ൻ്റെ കാര്യത്തിൽ? അതാണോ ഇത്ര ഇൻസെക്യൂർ ആകാനുള്ള കാരണം? പെട്ടെന്ന് ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു അങ്ങനെയൊന്നും ഞാൻ ഇപ്പോഴും അതിനൊന്നും കാണുന്നില്ല. കാര്യം ദൈവം എന്താണ് ശരിക്കും വെക്കണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ചേച്ചി. നമുക്കത് ഒരിക്കലും നാളെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഉത്തരവാദിത്വം ഞാനിത് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു കാര്യം നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, നമ്മൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് പോകുക എന്നുള്ളത് നമുക്ക് നടക്കുള്ളൂ. അതിൽ നമ്മൾ ഏറ്റവും നമ്മുടെ ഫുൾ ഹാർട്ട് കൊടുത്ത് ചെയ്യുക എന്നല്ലാതെ നമുക്കൊരു കാര്യം നമുക്കിത് ചെയ്യണം അപ്പം ഞാനത് സംഭവിക്കും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതെങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും? ഇന്നീ നാളെ ഞാൻ നമുക്കൊരു റഫ് ചാർട്ടൊക്കെ വെച്ച് നോക്കാം. പക്ഷേ അത് നമുക്ക് അങ്ങനെ ഓക്കെ നമ്മളിത് ചെയ്യുന്നു, അതിൽ നിന്ന് ഈ റിസൾട്ട് വരുന്നു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ റെസ്പോൺസിബിലിറ്റി കാര്യം ഞാനിപ്പോൾ ഇത് പറയുന്നത്, ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞു നീ ആരെന്ന് പഠിച്ചതിനപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വാപ്സിയുടെ മരണമാണെങ്കിലും നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഇതൊരു റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഒരു ഉത്തരവാദിത്വം അങ്ങനെയൊന്നുമല്ല. എൻ്റെ നീതിക്ക് ഞാൻ ജീവിക്കുന്നുണ്ട്.
എൻ്റെ നീതിക്ക് ഞാൻ അവർക്ക് നോക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു നീതി, നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ്, നമ്മൾ ഇത്രയും കാലം ജീവിച്ചതിൻ്റെ ഒരു ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തുള്ളൊരു നീതിയും ഒരു എത്തിക്സും ഉണ്ടാവുമല്ലോ നമുക്ക്. അതിൽ ഞാൻ ജീവിക്കുന്നത്. അതിൽ ഞാൻ അവരെ എനിക്ക് എൻ്റെ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് എത്രത്തോളം അതിന് പല വശങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇമോഷണലി നമ്മളെക്കുറിച്ച് അവെയർ ആവുക, ഒരു സെൽഫ് അവെയർനെസ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവെയർ ആവുക. ഇങ്ങനെ പല തരത്തിലുള്ള ലെവൽസ് ഓഫ് അവെയർനെസ് ഉണ്ട്. ഈ കോവിഡ് സമയത്താണോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ കുറേ ആൾക്കാർക്ക് ആ ഒരു ഇൻവേർഡ് ജേർണി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഡ്യൂറിങ് ദാറ്റ് ഫേസ് ഇൻ ടൈം? എസ്പെഷ്യലി ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് ഒരു കവർ ചെയ്യുന്ന ഒരു സമയത്താണല്ലോ നമ്മൾ ഉള്ളിലേക്ക് നോക്കുക. വാസ് ദെയർ എനി പ്രോസസ് ലൈക്ക് ദാറ്റ് വിച്ച് ഹാപ്പൻഡ് വിത്ത് യു? ഇപ്പോൾ പറഞ്ഞ പോലെ 12ാം ക്ലാസ്സൊക്കെ മുതൽ ഞാൻ അന്വേഷിച്ചു തുടങ്ങി ഈ ചോദ്യം. ശരിക്കും ഞാൻ എവിടെയാണ്, എൻ്റെ ഉള്ളിൽ ഞാൻ എവിടെയാണ് അങ്ങനത്തെയൊക്കെ കുറേ മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. മണ്ടൻ ചോദ്യങ്ങളല്ല, ഒരുപാട് റെലവൻ്റ് ആണ്. പക്ഷെ അത്തരം ചോദ്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഞാൻ അന്വേഷിക്കുന്നത് എന്നെ തന്നെയായിരുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ പതുക്കെ എത്തിയതാണ്. സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചേച്ചി. പിന്നെ നമ്മൾ അതിന് ഈ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പോയി കുറേ കൗൺസിൽ ചെയ്യുക അങ്ങനെയൊക്കെ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അത്രത്തോളം. എനിക്കതൊന്നും എൻ്റെ ഒരു റൂട്ട് അതൊന്നും ആയിരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാം എനർജീസാണ്. എനർജി ക്ലെൻസ് ചെയ്ത് വെക്കുക, അതാണ് എൻ്റെ ഒരു പ്രോഗ്രാം. വേറെ നമ്മുടെ ഇതിൽ നിന്ന് വേറെ നെഗറ്റീവ് അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർത്തോ നമ്മുടെ എനർജി ചെറുതായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത് അവരവരുടെ മതത്തിലുള്ള ഉണ്ടല്ലോ അത് ചെയ്താൽ പോലെ. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകാൻ പ്രാർത്ഥിക്കാം, അമ്പലത്തിൽ പോയി തൊഴുകാന്നൊക്കെ അതെല്ലാം ചെയ്യുക. അതങ്ങനെ തന്നെ ചെയ്താൽ മതി. നമ്മളതിന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ തോട്ടിൽ ഡാമേജിങ് തോട്ട്സ് നമുക്ക് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് എന്തോ ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. എനർജി ട്രാൻസാക്ഷൻസിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? നമ്മളൊരു മുറിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ട്രാൻസാക്ഷൻസ് 110% അത് ഇൻറ്റ്യൂട്ടീവായിട്ട് റിയലൈസ് ചെയ്യാറുണ്ടോ ഷീൻ? പലപ്പോഴും അത് റിയലൈസ് ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കില്ലേ നമ്മൾ ഈ ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ അത്രയും ഈസിലി പിക്കപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്? പക്ഷെ അതെനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു ജീവിച്ച് വന്നതാണ് അതിലേക്ക്. ഇന്ന് അല്ലെങ്കിൽ ജനിച്ചപ്പോൾ മുതലൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം കുറച്ചും കൂടെ ഞാൻ സ്റ്റില്ലായപ്പോഴത്തേക്കും എനിക്ക് കുറേയും കൂടെ അവെയർനെസ് കിട്ടി തുടങ്ങി. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ എനർജി എനിക്ക് വർക്കല്ലാണ്ട് തോന്നും. ഞാൻ അവിടെ നിൽക്കാറില്ല. അവിടെ ചിലപ്പോൾ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ അതങ്ങനെ സംഭവിക്കും. പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ മെഡിറ്റേഷൻ, ത്രൂ പ്രേയേഴ്സ്? ഇസ് ദാറ്റ് ഹൗ യു പ്രയർ ഉണ്ട്. അതേപോലെ എനിക്ക് കണക്ട് ആയിട്ടിരിക്കുന്ന സ്പിരിച്വൽ ടീച്ചറുണ്ട്. അതേപോലെ ഞാൻ ദർഗാസ്, എനിക്ക് അവിടെയുള്ള ദർഗാസിൽ ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടെ കുറച്ച് നേരം ഞാൻ വെറുതെ ഇരിക്കാറുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് അറ്റ് ദി എൻഡ് ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്കാണ്. നമ്മൾ ബാക്കിയെല്ലാം അടയാളങ്ങളിലല്ലല്ലോ, ഉള്ളിലാണല്ലോ ഇത് മാറ്റുന്നത്, ഉള്ളിൽ നിന്നാണല്ലോ ഇത് സംഭവിക്കേണ്ടത്. ദാറ്റ് ബ്രിങ്സ് മീ ടു യുവർ ഫേവറേറ്റ് പാഷൻ, അതായത് മ്യൂസിക്. കുറേ എഴുതിയിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഷെയ്ൻ, I would love to hear a few lines from your song. നമുക്ക് ചില കാഴ്ചപ്പാടുണ്ടാകും. ഞാൻ ഇത്തരം പെൺകുട്ടിയെ സ്നേഹിക്കുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പോലും ഈ കാഴ്ചപ്പാടുകൾക്ക് നേരെ വിപരീതമായ പെൺപിള്ളേരെ പോലും ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഐ എം വെരി കൺഫ്യൂസ്ഡ്. ഞാൻ എന്താ ചെയ്യുക? അത് ഞാൻ കേട്ടെന്നാണ് എനിക്കന്ന് മൈൻഡിൽ ഞാൻ ഉറപ്പിച്ച്. സുഷിൻ ശ്യാം എന്ന പേരിന് ലോകം മൊത്തം കേൾക്കും എന്നുള്ളത്. നമ്മുടെ ബോഡി ഒരു ടൂൾ മാത്രമാണ് എന്നല്ലേ ഒരു ആർട്ടിസ്റ്റ് പറയേണ്ടത്? ഞാൻ അങ്ങനെയല്ല. എനിക്ക് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ സിനിമ എൻ്റെ വീട്ടുകാരായിട്ട് കാണണം. അങ്ങനത്തെ പടം എനിക്ക് ചെയ്താൽ മതി.